ചേട്ടാ ഒരു ചലഞ്ചിന് താല്പര്യമുണ്ടോ? ഡ്യൂട്ടിയിലാണ്. ഒരു 30 സെക്കൻഡ് എടുക്കത്തുള്ളൂ. മേക്ക് മണി വിത്ത് അജുവും പിന്നെ ഹലോ ഫ്രഞ്ച് അക്കാഡമി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടനിൽ 100-ന്റെ നോട്ട് എണ്ണാം. ഏതെങ്കിലും ഒരു ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 50-ന്റെ എണ്ണാം. ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടന് 10-ന്റെ നോട്ട് എണ്ണി എടുക്കാം. പറ്റുമോ? ജോലി കഴിഞ്ഞിട്ട് ചേട്ടാ ഒന്നിങ്ങോട്ട് വന്ന് വരുമോ? ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഓക്കെ, ഹലോ ഫ്രഞ്ച് അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിന് 10-ന്റെ നോട്ട് എടുത്തെണ്ണാം. ചേട്ടാ ഇതിനൊരു 10-ന്റെ കിട്ടെടുക്കുമോ? ചേട്ടൻ അപ്പം 30 സെക്കൻഡ് ആയിരിക്കും ടൈം ഉണ്ടായിരിക്കുന്നത്. ഞാൻ സ്റ്റാർട്ട് പറയുമ്പോഴത്തേക്കും ചേട്ടൻ എണ്ണി തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. സ്പീഡ് എണ്ണിക്കോ. പത്തൊമ്പത് സെക്കൻഡായി. എണ്ണുകയാണെങ്കിൽ ചേട്ടൻ്റെ ശ്രദ്ധ മൊത്തം ഡ്യൂട്ടിയിലാണ്. 26 സെക്കൻഡായി, 27 സെക്കൻഡായി, 30 സെക്കൻഡായി. ഓക്കെ ചേട്ടാ, എത്ര എണ്ണിന്നറിയാമോ? 70. അതായത് 72. അപ്പം എത്ര രൂപയായി? 720. ഓക്കെ, ഇതല്ലേ എണ്ണിയ പൈസ? ചേട്ടാ ഇത് ചേട്ടൻ്റെ പൈസയാണ്. ഓക്കെ, ചേട്ടാ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നമ്മൾ ഡ്യൂട്ടിക്കിടയിൽ ക്യാഷ് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഇത് വിശന്ന് നിൽക്കുന്ന ഏതെങ്കിലും 2 വ്യക്തികൾക്ക് ഇത് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, എൻ്റെ കണക്കായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. ചേട്ടൻ്റെ മനസ്സ് നല്ലത് വരട്ടെ ചേട്ടാ. ചേട്ടൻ ഡ്യൂട്ടിയിലാണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ കണക്കായിട്ട് ഞാൻ ഈ പൈസയ്ക്ക് ഒരു 5 പേർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. താങ്ക് യു. ഓക്കെ ശരി, ഇപ്പം ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ശരി. അപ്പം നമ്മുടെ സുമേഷ് ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ 5 ഊണും മീൻ കറിയും മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടുകൊടുക്കാം. ചോറ് കഴിച്ചായിരുന്നു ചേട്ടാ? ചോറ് കഴിച്ചായിരുന്നോ? ചോറ് വേണോ? പൈസ കേട്ടോ. അപ്പോൾ ഫുഡ് കിട്ടിയായിരുന്നോ? ചോറ് കിട്ടിയായിരുന്നോ? ചോറ് വേണോ? ശരി, പോണേ. അപ്പോൾ ഫുഡ് കിട്ടിയായിരുന്നോ? ചോറ് കിട്ടിയായിരുന്നോ? ആ വേറെ ആരെങ്കിലും ഉണ്ടോ? ആ ശരി.